ഡിജിറ്റൽ പ്രസിൽ പെട്രോൾ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഡിജിറ്റൽ പ്രസ്സിലാണ് സംഭവം. നെടുമങ്ങാട് സ്വദേശിയാണ് വിനു. ഇയാളാണ് ഈ ഡിജിറ്റൽ പ്രസ്സിലെത്തി പെട്രോൾ സ്വയം ദേഹത്തേക്കൊഴിച്ച് തീ കൊളുത്തിയത്. ആ പ്രസ്സിൽ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു, കാട്ടാക്കട സ്വദേശിനി. അവൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. കയ്യിലും മുഖത്തും പൊള്ളലേറ്റ ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞിരുന്നു വിനു. സംഭവ സ്ഥലത്ത് തന്നെ അയാളുടെ മരണം സംഭവിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ പിടിച്ച ആ ഡിജിറ്റൽ പ്രസ്സിലെ അതിനെ തീ അണച്ചത്, എന്നിട്ട് വിനുവിന്റെ ശരീരം പുറത്തേക്ക് എത്തിച്ചത്. ഒരു പയ്യനെ ഓടി നിന്ന് കയറി താഴെ നിന്ന് പെട്രോൾ എടുത്ത് കത്തിച്ച് കൂടിടാനുള്ള പെൺകുട്ടിക്ക് സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു പയ്യൻ മരിച്ചു. ഒരു പയ്യൻ ഓടി വരുന്നു, അതിനകത്ത് കയറുന്നു. ആ പെൺകുട്ടിയായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ നിൽക്കുകയില്ല, നമുക്കറിയാൻ പറ്റില്ല. അവിടെ കയറി പെട്രോൾ എടുത്ത് ഒഴിക്കുന്നു, തീപ്പെട്ടി അടിച്ച് കത്തിക്കുന്നു. അതിനിടയ്ക്ക് തന്നെ യവൻ രക്ഷപ്പെടാനുള്ള ആഗ്രഹമൊന്നും യവനില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് അതിൻ്റെ പേരിൽ കുറച്ച് മാത്രമേ പൊള്ളലുള്ളൂ. യവൻ മരണപ്പെട്ടു പോയി. അവിടെ കരിഞ്ഞ ശരീരം ആ മുറിക്കകത്ത് കിടക്കുകയാണ്. പോലീസ് കംപ്ലീറ്റ് പരിപൂർണമായിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മരിച്ച വിനു, പൊള്ളലേറ്റ യുവതി, ഇവർ രണ്ടുപേരും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ വിനു നിരന്തരം ശല്യം ചെയ്തിരുന്നു ആ പെൺകുട്ടിയെ. ഇത് കാട്ടി പെൺകുട്ടി കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ പരാതിക്കൊക്കെ പിന്നാലെയാണ് വിനു യുവതിയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെത്തിയത്. പ്രസ്സിൽ നിന്ന് തീ ഇങ്ങനെ ആളി കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത്. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കാരണം അവർക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറത്തായിരുന്നു പെട്രോൾ ഒഴിച്ചുള്ള അഗ്നിബാധ. ഗർഭിണിയായ ഭാര്യ, 5 വയസ്സുള്ള മകൻ, ഒരാൾ മദ്യം ചെയ്ത് ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.